സംസ്ഥാന ആരോഗ്യവകുപ്പിലെ DHSS നിയമന വിവാദത്തിൽ കടുത്ത പ്രതികരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. DHS നിയമനവുമായി ബന്ധപ്പെട്ട് ഓരോ ജീവനക്കാരന്റെയും പരാതിക്ക് മറുപടി നൽകാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും എന്നാൽ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഫെബ്രുവരിയിൽ തുടങ്ങേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകിയെന്ന വിമർശനത്തിലും അദ്ദേഹം മറുപടി നൽകി. DHS നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിലും നിയമ പോരാട്ടങ്ങളിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വിവാദങ്ങളെക്കാൾ ഉപരി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്ന വ്യക്തമായ സൂചനയാണ് മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളിലായി ആരോഗ്യവകുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് DHS നിയമന വിവാദം. DHS നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KJ റീന നടത്തുന്ന നിയമ പോരാട്ടത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് മന്ത്രി കെ മുരളീധരൻ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് എന്നത് വളരെ വലിയൊരു സംവിധാനമാണെന്നും അതിൻ്റെതായ ഭരണപരമായ പരിമിതികൾ ഉണ്ടെന്നും മന്ത്രി ഓർപ്പിച്ചു. നിലവിൽ ആരോഗ്യവകുപ്പിൽ 57,000-ൽ പരം ജീവനക്കാരുണ്ടെന്നും അവരിൽ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുകയല്ല ആരോഗ്യമന്ത്രിയുടെ ജോലിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവനക്കാരുടെ വ്യക്തിപരമായ പരാതികൾ പരിഹരിക്കാൻ വകുപ്പിൽ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം ഇതിലൂടെ പരോക്ഷമായി സൂചിപ്പിച്ചത്. ഓരോ ചെറിയ കാര്യങ്ങളിലും മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ സാധ്യമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഭരണപരമായ എല്ലാ കാര്യങ്ങൾക്കും താൻ നേരിട്ട് മറുപടി നൽകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യക്തിപരമായ നിയമന വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ പകർച്ചവ്യാധി പ്രതിരോധം പോലെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് നയിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. നിയമന വിവാദങ്ങൾ പോലെയുള്ള വ്യക്തിപരമായ വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാനത്ത് നിലവിൽ പടർന്നു പിടിച്ചിരിക്കുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനാണ് തന്റെ പ്രഥമ പരിഗണനയെന്നാണ് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു. രോഗങ്ങൾ കൂടുതൽ പടരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഹൈപവർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വരും ദിവസങ്ങളിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മറ്റു വകുപ്പുകളുമായുള്ള ഏകോപനം നോക്കിയാൽ ആരോഗ്യവകുപ്പിന് മാത്രം തനിച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഈ പകർച്ചവ്യാധി പ്രതിരോധമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി നടപ്പാക്കാൻ തദ്ദേശഭരണമടക്കമുള്ള മറ്റു വകുപ്പുകളുടെ സഹകരണം അത്യാവശ്യമാണ്. അതിനായി വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുമായി ആലോചിച്ച് ആവശ്യമായ ഏകോപനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീഴ്ചകൾ സംബന്ധിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ മറുപടി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വൈകിയെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ തുറന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. ഈ വർഷത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി മാസം മുതൽ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി സമ്മതിച്ചു. വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. അതേസമയം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം തനിക്കല്ലെന്ന് വ്യക്തമാക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് രോഗം പടർന്നു പിടിച്ചതിന് ശേഷമാണ് തനിക്ക് ആരോഗ്യവകുപ്പിന്റെ ചുമതല ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പ്രതികരണം മുൻ ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചകളിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന സംശയം ഇപ്പോൾ രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സമൂഹത്തിലെ മറ്റു വിവാദ വിഷയങ്ങളെ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം ഓർപ്പിച്ചു. ആരോഗ്യവകുപ്പിലെ പുതിയ വിവാദങ്ങളും പകർച്ചവ്യാധി പ്രതിരോധവും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നാണ് ഇന്നത്തെ ഈ വിശദീകരണങ്ങൾ വ്യക്തമാക്കുന്നത്.